GCC യൂണിഫൈഡ് ടൂറിസ്റ്റ് വിസ അപ്രൂവൽ ആയിട്ടുണ്ട്. വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഷെങ്കൻ വിസ പോലെ GCCയിലെ 6 രാഷ്ട്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് GCC റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഒരൊറ്റ വിസ, ഒറ്റ സിംഗിൾ വിസ GCC യൂണിഫൈഡ് വിസ, ടൂറിസ്റ്റ് വിസ, അത് അപ്രൂവൽ ആയിട്ടുണ്ട്. ഇപ്പം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 6 രാഷ്ട്രങ്ങളൊക്കെ കൂടിയിട്ട് തീരുമാനം എടുത്തത്. ഇപ്പം അത് ഫൈനലായിട്ട് അത് അപ്രൂവൽ ആയിട്ടുണ്ട്. നമുക്കത് ഉറപ്പായി GCC യൂണിഫൈഡ് ടൂറിസ്റ്റ് വിസ വരും എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാ രാഷ്ട്രങ്ങളൊക്കെ കൂടി അയക്കേണ്ടതിന് അത് തീരുമാനമെടുത്തത് അപ്രൂവൽ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നതോടുകൂടി തന്നെ ഇത് എത്ര മാസത്തേക്ക് സിംഗിൾ എൻട്രി ആണ്, മൾട്ടിപ്പിൾ എൻട്രി ആണ്, എത്രയാണ് അതിൻ്റെയൊക്കെ ഫീസ്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നതോടുകൂടി തന്നെ ഇത് നടപ്പിൽ വരും. തീർച്ചയായിട്ടും മുമ്പേ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം 2025 തന്നെ ഈ GCC യൂണിഫൈഡ് ടൂറിസ്റ്റ് വിസ നിലവിൽ വരുമെന്ന് ഓൾറെഡി മുമ്പ് ഈ GCC വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളേവരും പ്രതീക്ഷിക്കുന്ന ഒരു വിസ തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു സൗകര്യമാണ്. GCC റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്ക് ഈ ഒരൊറ്റ വിസ കൊണ്ട് ഈ 6 രാഷ്ട്രങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.